നമസ്കാരം. സർക്കാർ എടുത്ത നല്ല തീരുമാനങ്ങളിൽ ഒന്ന്, പേഴ്സണൽ സ്റ്റാഫായി പെൻഷൻ വേണമെങ്കിൽ കുറഞ്ഞത് 4 വർഷമെങ്കിലും സർവീസിലുണ്ടായിരിക്കണം. പേഴ്സണൽ സ്റ്റാഫായി മുൻകാലങ്ങളിൽ ഇത് 2 വർഷമായിരുന്നു. 5 വർഷം വരുന്ന സർക്കാർ കാലയളവിൽ 2 പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കും. 2.5 വർഷം വീതം. 2 വർഷവും 1 ദിവസവുമെങ്കിലും കാലാവധി ഉണ്ടെങ്കിൽ അത് 3 വർഷമായി കണക്കാക്കി പെൻഷൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു സർക്കാരിന്റെ 5 വർഷ കാലാവധിയിൽ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായി വരുന്ന 2 പേർക്ക് പെൻഷൻ കിട്ടും 5 വർഷത്തിനിടയിൽ. 2 എന്ന് പറഞ്ഞത് 5 വർഷത്തെ കാലാവധിയാണ് കണക്കാക്കിയത്, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണമല്ല. എണ്ണം കേട്ടാൽ നമ്മൾ അമ്പരന്നു പോകും. സാധാരണ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ കാലാവധി ഒന്നറിയുക. മിനിമം 15 വർഷമെങ്കിലും സർവീസ് ഉണ്ടെങ്കിലേ മാന്യമായൊരു പെൻഷൻ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കാറുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി 2 വർഷവും 1 ദിവസവും ജോലി ചെയ്താൽ 3 വർഷത്തെ പെൻഷൻ കൊടുത്തുകൊണ്ട് അവരെ പുറത്തേക്ക് വിടുന്നത്. അങ്ങനെ ഒരു ആളിന്റെ കാലാവധിയിൽ 5 വർഷം നിൽക്കാവുന്ന ഒരാളിന് 2 ടേമായി 2 ആളുകളെ നിയമിക്കും. അങ്ങനെ 2 പേർക്ക് പെൻഷൻ. ഒരു മന്ത്രിക്ക് എത്ര പേഴ്സണൽ സ്റ്റാഫാണ് എന്ന് അറിയുമ്പോഴേ ഈ തുകയുടെ വലിപ്പം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകൂ. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെയുള്ള പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കൂടി നമ്മൾ അറിയണം. അത് പിന്നാലെ പറയാം. ഒരു മന്ത്രിസഭയുടെ ഏതാണ്ട് ഭൂരിഭാഗം സമയവും പേഴ്സണൽ സ്റ്റാഫായി ഉള്ള ആളിന് മാത്രം പെൻഷൻ നൽകിയാൽ മതിയെന്നാണ് പുതിയ UDF സർക്കാരിന്റെ തീരുമാനം. മുൻപാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഒരാളിനെ ഒഴിവാക്കി മറ്റൊരാളിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ 2 പേർക്കും പെൻഷന് അർഹതയുണ്ടാക്കുന്ന രീതിയായിരുന്നു കേരളത്തിൽ. ആ രീതി ഇനി പാടെ മാറുകയാണ്. 4 വർഷം തുടർച്ചയായി പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇനി പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതിന് മുൻകാല കാലാവധി നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളത് നല്ല കാര്യം തന്നെ. ഇതുവരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് അത് കിട്ടാതാവുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാകുമല്ലോ. ഇതുപോലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളിൽ ഉള്ള വ്യക്തികൾക്ക് പെൻഷൻ നൽകുന്ന രീതി കേരളത്തിൽ മാത്രമാണ് നിലവിലുള്ളത്. മറ്റൊരിടത്തും ഇങ്ങനെയൊരു രീതി നിലവിലില്ല എന്ന് മാത്രമല്ല, കോടതിയുടെ സദാ വിമർശനം ഏറ്റുവാങ്ങിയ രീതിയാണ് ഇത്. എന്നിട്ടും ഒരു രാഷ്ട്രീയക്കാരും അതിനെ കേട്ടതായി പോലും നടിക്കുന്നില്ല. തങ്ങളുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ തങ്ങളുടെ ജനങ്ങളുടെ നികുതി പണം തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പെൻഷനായി വീതിച്ചു നൽകുന്ന ഈ രീതി എല്ലാ രാഷ്ട്രീയക്കാരും സദാ തുടർന്നിരുന്നു കേരളത്തിൽ. കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിക്ക് പോലും 15 പേഴ്സണൽ സ്റ്റാഫാണ് പരമാവധി നിയമിക്കാൻ കഴിയുക. ഈ കൊച്ചു കേരളത്തിൽ ഒരു മന്ത്രിക്ക് 25 പേഴ്സണൽ സ്റ്റാഫ് വരെയാകാം. അതിൽ 17 പേരെയും സ്വന്തം ഇഷ്ടപ്രകാരം പാർട്ടിക്കാരിൽ നിന്ന് നിയമിക്കാം. ഇതൊക്കെയാണ് ഖജനാവിന് ധൂർത്തായി മാറുന്നത്. കർണാടകയിൽ 14 പേരെ പേഴ്സണൽ സ്റ്റാഫായി സ്വന്തം നിലയിൽ വയ്ക്കാം. എന്നാൽ അത് തമിഴ്നാട്ടിൽ ഒരാളിനെ മാത്രമാണ് സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാൻ കഴിയുന്നത്. ബാക്കി ആവശ്യമുള്ളവരെ സർക്കാർ സർവീസിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ധൂർത്തായി മാറുന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പേഴ്സണൽ സ്റ്റാഫിന് ഏറ്റവും കുറഞ്ഞത് 4750 രൂപയെങ്കിലും പെൻഷൻ ലഭിക്കാറുണ്ട്. അത് ജീവിതകാലം മുഴുവൻ ലഭിക്കുന്നു എന്നുള്ളതാണ് ധൂർത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് പൊതുവെ ഇത് എതിർക്കപ്പെടുന്നതും. പക്ഷേ തങ്ങളുടെ അനുകൂലികളെ അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയക്കാരെ ഇതിൽ കുത്തി നിറയ്ക്കുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർക്കും ഇത് ഇഷ്ടപ്പെട്ട ഒരു വഴിയാണ്. അതുകൊണ്ട് തന്നെ തോന്നും പോലെയായിരുന്നു പേഴ്സണൽ സ്റ്റാഫിലെ നിയമനം. അതിനാണ് ഇപ്പോൾ കുരുക്ക് വിട്ടിരിക്കുന്നത്. 1994 കരുണാകരൻ സർക്കാരാണ് ഈ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചത് മുൻകാല പ്രാബല്യത്തോടുകൂടി. എന്തായാലും വലിയൊരു ധൂർത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് VD സതീശൻ സർക്കാർ അല്ലെങ്കിൽ UDF സർക്കാർ. തീർച്ചയായും ഇത് ജനങ്ങൾ അംഗീകരിക്കുന്ന നല്ലൊരു തീരുമാനം തന്നെ. രാഷ്ട്രീയക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.